നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ഇരുമ്പിൻ്റെ അളവ് നിലനിർത്താനും ഉണക്കമുന്തിരി സഹായിക്കും. ഉണക്കമുന്തിരിയിൽ കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലുകൾക്ക് ശക്തിയേകാൻ ഇത് നല്ലതാണ്. വൈറ്റമിൻസും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ ഒരു ഡ്രൈ ഫ്രൂട്ടാണ് ഉണക്കമുന്തിരി. ഉണക്കമുന്തിരി തന്നെ പല നിറങ്ങളിൽ ലഭ്യമാണ്. കറുപ്പ്, ചുവപ്പ്, പച്ച, ഗോൾഡൻ എന്നീ നിറങ്ങളിൽ ഇവ കാണപ്പെടാറുണ്ട്. ഇവയെല്ലാം ആരോഗ്യത്തിന് വേറെ നല്ലത് തന്നെയാണ്. ഇവയിലെല്ലാം ഫൈബർ, അയൺ, പൊട്ടാസ്യം, കോപ്പർ, ബി കോംപ്ലക്സ് വൈറ്റമിൻസ് ഇവയെല്ലാം അടങ്ങിയിട്ടുണ്ട്. പതിവായിട്ട് ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇരുമ്പിൻ്റെ അഭാവം അകറ്റാനും വിളർച്ച തടയാനും സാധിക്കും. ദഹനം മെച്ചപ്പെടുത്താനും മലബന്ധം തടയാനും നല്ലതാണ് ഉണക്കമുന്തിരി. നാരുകൾ ധാരാളം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ ഇത് അകറ്റുന്നു. പ്രത്യേകിച്ച് വെള്ളത്തിൽ കുതിർത്ത് കഴിക്കുമ്പോൾ ഇവയുടെ ഗുണം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. ആൻറ്റി ഓക്സിഡൻസിനോടൊപ്പം പൊട്ടാസ്യവും ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഉറക്ക പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ നല്ലതാണ് ഉണക്കമുന്തിരി ശീലമാക്കുന്നത്. എല്ലുകളുടെ ആരോഗ്യത്തിനും പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാനും ഒക്കെ ഇതിലടങ്ങിയിരിക്കുന്ന കാൽസ്യം സഹായിക്കുന്നുണ്ട്. അതുപോലെ ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഉണക്കമുന്തിരി കഴിക്കുന്നത് നന്നായിരിക്കും. ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നിവയാൽ സമ്പന്നമാണ് ഉണക്കമുന്തിരി. ശരീരത്തിന് വേണ്ട എനർജി വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ധാതുക്കൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കൂടാതെ ഭാരം ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഉണക്കമുന്തിരി ധാരാളമായിട്ട് കഴിക്കാവുന്നതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും കറുത്ത ഉണക്കമുന്തിരി കഴിക്കുന്നത് നല്ലതാണ്. പൊതുവെ കറുത്ത ഉണക്കമുന്തിരിയാണോ അതോ ഗോൾഡൻ ഉണക്കമുന്തിരിയാണോ നല്ലതെന്നൊരു കൺഫ്യൂഷൻ വരാറുണ്ട്. എന്നാൽ ഇവ രണ്ടിലും ഒരേപോലെയാണ് പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ളത്. കറുത്ത ഉണക്കമുന്തിരിയിലും ഗോൾഡൻ ഉണക്കമുന്തിരിയിലും അയണും പൊട്ടാസ്യവും ഫൈബറും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഇവ രണ്ടും ദഹനം മെച്ചപ്പെടുത്താനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും നല്ലതാണ്. എപ്പോഴും ഉണക്കമുന്തിരി കഴിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് കഴുകി വേണം കഴിക്കാനായിട്ട്. കാരണം ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഒക്കെ അടിച്ചിട്ടായിരിക്കും ഇത് വരിക. അതുകൊണ്ട് വൃത്തിയായി കഴുകി മാത്രം കഴിക്കാൻ എടുക്കുക. വിളർച്ചയുടെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ദിവസേന ഉണക്കമുന്തിരി കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.